ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ദ റോയൽ ചിൽഡ്രൻസ് അക്കാഡമിയുടെ ഓപ്പണിംഗ് സെറമണിക്ക് പങ്കെടുത്ത വിശേഷങ്ങളാണ്. ഈ സ്കൂൾ നടത്തുന്നത് എൻ്റെ ടീച്ചറാണ്, ഡോക്ടർ ഷർമിള നസീർ. അപ്പോൾ ഞാനും അപ്പൂസും കൂടിയാണ് രാവിലെ ടീച്ചറിൻ്റെ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി സ്കൂളിലെ കാഴ്ചകൾ കാണാം. ഈ റോയൽ ചിൽഡ്രൻസ് അക്കാഡമിയിൽ ഡേ കെയർ മുതൽ ഗ്രേഡ് 3 വരെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നെടുമങ്ങാട് പരിസരത്തുള്ള ആർക്കെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഓപ്പണിംഗ് സെറമണിക്ക് ആങ്കറായിട്ട് എത്തിയിരുന്നത് മിസ്റ്റർ ഹിദായത്ത് ജാഫർ ആയിരുന്നു. അതുപോലെ വെൽക്കം സ്പീച്ച് ഡോക്ടർ ഷർമിള നസീർ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് മിസ്റ്റർ നസീർ മുഹമ്മദ്, അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ ഇനോഗ്രേഷൻ നടത്താനായി ക്ഷണിച്ചിരുന്നത് മിസ്സസ് വിനോദിനി എസ് മാം ആയിരുന്നു. നമ്മുടെ വാർഡ് കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ മാം ആയിരുന്നു ഇന്നത്തെ ഉദ്ഘാടനത്തിനായി എത്തിയത്. വൈകിപ്പോയെന്നേ ഉള്ളൂ, നമുക്ക് ആരംഭിക്കാം. സത്യത്തിന് പിന്നെ ഒരു അവതാരകൻ എന്ന ഒരു നിലയിലൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ ഒക്കെ ഉള്ള ഒരു വീട്ടിലുള്ള ഒരാൾ എന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ഒരു ഔപചാരികതകളും ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇന്ന് റോയൽ ചിൽഡ്രൻസ് അക്കാഡമി 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരുടെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഡോക്ടർ ഷർമിളാത്ത, നസീറിക്ക, ഈ പിള്ളേരെ എല്ലാം കൂടി ഈ കുഞ്ഞുങ്ങളുടെ ഒരു സംഗമ ഭൂമി എന്ന രീതിയിൽ അവളെ ഇന്റലക്ച്വലി ഒരു നല്ല രീതിയിൽ പുതിയ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് വളർത്തിയെടുക്കാനും പിന്നീട് അവരെ ആ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാൻ ചെയ്യുമ്പോഴേ ഞാനുള്ളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാളും കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന്. ഗൾഫിൽ നിന്ന് വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാരണവശാലും നമ്മുടെ ക്ലാസിൻ്റെയോ നമ്മുടെ പ്രശ്നങ്ങളോ കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതലും വീട്ടിനകത്ത് തന്നെയുള്ള രീതികളിലേക്ക് പ്രത്യേകിച്ചും അന്ന് കൊറോണ സമയത്തിനൊക്കെ അത് കഴിഞ്ഞ ശേഷമുള്ള മാതാപിതാക്കൾ ആ തൊളിക്കോട് ഭാഗത്തൊക്കെ ഉള്ള ഈ നെടുമങ്ങാട് പഴുകുറ്റി ഭാഗത്തൊക്കെ ഉള്ള എൻ്റെ അടുത്ത് പോലും വിളിച്ചു പറഞ്ഞ ശേഷം ഇവിടെ അഡ്മിഷൻ എടുത്തവർ പലരും തിരിച്ച് ഗൾഫ് നാടുകളിലേക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് പറിച്ച് നടാൻ വേണ്ടിയിട്ട് അവർക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് നമ്മളിൽ ഈ കുറച്ചിൽ
എന്നിട്ട് ഈ ന്യൂമറിക്കലി നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. പിന്നെ ഞാൻ വലുതായിട്ട് പ്രസംഗിക്കുന്ന ഒരാളല്ല. സത്യത്തിൽ ഞാൻ നിങ്ങൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കില്ല സഹോദരന്മാരെ. ഒന്നാമത് ഞാനെന്ന് പറയുന്നത് ഒരിക്കലും ഈ സീരിയസ് ആവാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ, മുട്ടായി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ കണ്ടന്റ് റൈറ്ററാണ്. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. രഞ്ജിനിയോടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ രഞ്ജിനിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സത്യം പറയാൻ ഞാൻ ചാടി പിടിച്ച് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇനി വരേണ്ട കാര്യമില്ലായിരുന്നു. രഞ്ജിനി എന്നെക്കാളും നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകയാണ്. രഞ്ജിനിയുടെ മകൾ ഇവിടെ ഉണ്ടല്ലേ? മകനുണ്ട്. സത്യത്തില് ഷർമിളത്ത രഞ്ജിനി ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പേര് അതെ. അപ്പൊ രഞ്ജിനി ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ ഓടിപ്പിടിച്ച് ഞാൻ ഷർമിളത്ത വരില്ലായിരുന്നു. അവള് എന്നെക്കാളും മിടുക്കിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ താരമാണ്. അപ്പോൾ എല്ലാത്തിനും ആദ്യം അറിയാമല്ലോ, നമ്മുടെ മുകളില് നമ്മുടെ എല്ലാവരെയും കണ്ടുകൊണ്ട് ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരു പ്രയറോടുകൂടി നമുക്ക് ആരംഭിക്കാം. ആരാണ് കുഞ്ഞിങ്ങനെ You are more precious than silver, Lord. You are more costly than gold, Lord. You are more beautiful than diamond. Nothing I desire compare with you, Lord. You are more precious than silver, Lord. You are more costly than gold, Lord. You are more beautiful than diamond. Nothing I desire compare with you. Nothing I desire compare with you. Nothing I desire compare with you. ചൊല്ലാൻ വേണ്ടിയിട്ട് വരുന്ന പിള്ളേർക്കും അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ഇതിന്റെ മുകളില് അവരുടെ ഇന്നത്തെ ദിവസവും ഇനി അങ്ങോട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാപഞ്ചിക ശക്തി, അല്ലെ, പല പേരുകളിലും വിളിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന കുഞ്ഞുങ്ങളിലെ പിന്നെ അവരുടെ മനസ്സിനകത്ത് ചേക്കേറുന്നതാണ് പ്രയർ സോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷർമിളാത്തയുടെ സ്വപ്നം അത് നാൾക്ക് നാൾ എന്തായിരുന്നാലും നിങ്ങൾ ഇത്രയും പേരില്ല, പ്രത്യേകിച്ച് ടീച്ചറിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് വെച്ചിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് താഴേക്ക് പോകില്ല ഒരു കാരണവശാലും. ഇത് അവരുടെയൊക്കെ പ്ലാൻ വെച്ചിട്ട് എന്നോട് പലപ്പോഴും ഡോക്ടർ ഷർമിള നസീർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ, നിങ്ങൾക്കൊന്നും അറിയാത്ത ചില സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ, അവിചാരിതമായിട്ട് ചെല്ലുമ്പോൾ, ആ വൃദ്ധസദനങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ ഷർമിളാത്തയുടെ പേരെടുത്ത് വിളിക്കുന്ന ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പിന്നെ വയോവൃദ്ധർ ഉള്ള കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അവിടത്തേക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഈ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്കുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നതാണോ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇരട്ടപ്പുള്ളരൊക്കെ ഉള്ള അമ്മമാർ ഇവിടെ ഉണ്ട് എങ്കിൽ അറിയാം, മുതിർന്നവരായിട്ടുള്ളവർക്കിനേക്കാളും കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളെ അവരുടെ രീതിയിലേക്ക്, അതായത് തെങ്ങോലത്തുമ്പ് കൊണ്ടുപോകുന്നത് പോലെ അവരെ പഠന വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അഗ്രഗണ്യയാണ് നമ്മുടെ റോയൽ ചിൽഡ്രൻസ് അക്കാഡമിയുടെ. റോയൽ ചിൽഡ്രൻസ് അക്കാഡമി ഒരു വർഷത്തിനുള്ളിൽ ഇവരുടെയൊക്കെ പ്രതീക്ഷ വെച്ചിട്ട്, മാനേജ്മെന്റിന്റെ പ്രതീക്ഷ വെച്ചിട്ടാണെങ്കിൽ തെക്കൻ കേരളത്തിൽ എന്നേ നമ്മൾ പറയുന്നുള്ളൂ. തെക്കൻ കേരളത്തിൽ, ഈ കേരളത്തിൽ എന്ന് പറയുന്നില്ല, തെക്കൻ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷണൽ കരിക്കുലം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ബൃഹത്തായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉള്ള ഒരു സ്ഥാപനം തന്നെയായിരിക്കും 5ാം വാർഷികത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പിഞ്ചോമനങ്ങൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ അഭ്യതാകാംക്ഷികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഷർമിള നസീർ.
എല്ലാവർക്കും നമസ്കാരം. ദി റോയൽ ചിൽഡ്രൻസ് അക്കാഡമി സ്കൂളിൻ്റെ 5ാമത്തെ വാർഷിക ആഘോഷ പരിപാടികളാണ് ഓപ്പണിംഗ് സെറമണിയായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബഹുമാനീയനായ നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് കണ്ടക്ട് ചെയ്യുന്ന ശ്രീ നസീർ മുഹമ്മദ് സാർ, നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന് എത്തിയിരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ കൂടിയായ മിസ് വിനോദിനി, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അഭ്യുദയാകാംക്ഷിയായ നമ്മുടെ നാട്ടുകാരനായ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഗംഗാധരൻ സാർ, നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായ ഹിദായത്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻ്റായ രഞ്ജിനി, മറ്റുള്ള ടീച്ചേഴ്സ്, ഏറ്റവും ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ. നല്ല ജലദോഷവും പനിയും ചുമയായിട്ടൊക്കെ പല ദിവസങ്ങളായി ഇങ്ങനെ വളരെ ഹാർഡ് വർക്കിലാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാത്ത ടൈമിൽ നമ്മൾ വളരെ ഹാർഡ് വർക്കിലായിരുന്നു. കാരണം അതിനും പിന്നിൽ ഒരു ഭയങ്കര ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ്. ആ എനർജി എന്ന് പറയുന്നത് എൻ്റെ മിഷനും സാധ്യമാകുന്നു, സഫലമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും കൂടെ ഒരു അനുഭൂതി നിറഞ്ഞ ഒരു സമയവും കൂടെ ആയതുകൊണ്ട് എൻ്റെ എനർജി, എൻ്റെ ആരോഗ്യം ഒന്നും ഞാൻ വകവയ്ക്കാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പണിംഗ് സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നു. അതെല്ലാം നമ്മൾ ചെയ്തു. വളരെ സക്സസ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ ഈ ചെറിയൊരു സൗകര്യത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ സൗകര്യാർത്ഥമായ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്റാനും കൂടി പ്ലാൻ ചെയ്ത് കുറേ ദിവസങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുതിയ ബിൽഡിംഗ് നമുക്ക് കിട്ടിയത്. അപ്പം കുറേ ദിവസങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മെയ് മാസം ഫസ്റ്റ് വീക്കിലൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, KK സ്കൂളിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ആ സ്കൂൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷേ ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം ഈ അടുത്തുള്ള സ്കൂളുകളിൽ, ഒരുപാട് സ്കൂളുകളിൽ പോയതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അതിൽ പലരെയും നമുക്കിവിടെ കിട്ടിയതായിരുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ സൗകര്യം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പാരൻസാണ്. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായി ഇത് മാറാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട 25 മക്കളുടെ അച്ഛൻ അമ്മമാർ എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ്. അതിനെനിക്ക് നിങ്ങളെ എത്രത്തോളം നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവത്തില്ല. ഇപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്മമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം നിങ്ങൾ എനിക്ക് തരുന്ന, ഞങ്ങളുടെ മാനേജ്മെന്റിന് തരുന്ന ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെ എത്രത്തോളം നന്ദി പറഞ്ഞാലും മതി വരാത്തൊരു അവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ഇമോഷണൽ ഫീലിംഗ് ആയി മാറുന്നുണ്ട്. ഒരു വിഷമത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ പോലും എനിക്ക് വരുന്നുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. എങ്കിലും നിങ്ങളോട് ഒരുപാട് നന്ദി ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയുകയാണ്. ഇത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിദായത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള നല്ലൊരു, ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞു മക്കൾ പോകുന്ന സ്കൂള്, കോളേജുകൾ, അവിടെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം, ഇല്ലേ? കുഞ്ഞു മക്കളുടെ എല്ലാ അവസ്ഥകൾ അറിയാം. ഇപ്പോഴുള്ള ഒരു വാല്യൂ ഡിറ്റീരിയറേഷൻ നിങ്ങൾക്കറിയാം, ഒരു മൂല്യച്യുതി എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് പഠിച്ച കണക്കല്ല നമ്മുടെ മക്കൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള മക്കൾ പഠിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം നമ്മുടെ മക്കൾക്ക് നല്ലൊരു വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള കുഞ്ഞു സ്കൂളുകൾ വളർന്നു വരിക തന്നെ വേണം. നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മളിൽ നിന്ന് പല പാരൻസും പോയത് നമ്മുടെ സ്കൂൾ ചെറുതായതുകൊണ്ടാണ്. നമ്മുടെ സ്കൂൾ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പോയ പാരൻസ് പോലും കൊണ്ട് ആക്കിയിരിക്കുന്നത് ഇപ്പം CBSE സ്കൂളിൽ മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. 40 കുട്ടികൾ കൂടുതൽ ഒരു ക്ലാസ്സിൽ ഇരുത്താൻ കഴിയില്ല. ഒരു കുട്ടി അഡീഷണൽ വന്നു കഴിഞ്ഞാൽ തന്നെ പുതിയൊരു ബാച്ച്, അവിടെ പുതിയൊരു ഡിവിഷൻ വരണമെന്നാണ് CBSEയുടെ റൂള് തന്നെ. പക്ഷെ നമ്മുടെ സ്കൂളിൽ 10 കുട്ടികൾ, ഒരു ക്ലാസ്സിൽ 5 കുട്ടി അല്ലെങ്കിൽ 10 കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ആ ഓരോ കുട്ടിയെയും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകി വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് അവരെ മോൾഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു ക്യാപ്ഷൻ തന്നെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. യു ബ്രിങ് യുവർ ചൈൽഡ് ദെൻ വി ക്യാൻ മോൾഡ് ദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്യാപ്ഷനോട് കൂടിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കുട്ടികളെ നമുക്കിവിടെ കൊണ്ടു തന്നാൽ നമ്മുടെ പാരൻസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ആ ഒരു ആശംസ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ മക്കൾക്ക് എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത്. മാക്സിമം നമ്മുടെ മക്കൾക്ക് ആ ഒരു കോഗ്നിറ്റീവ് ആസ്പെക്ട് മാക്സിമം റോഡൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം തന്നെയാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ നമ്മുടെ ബ്രോഷറിൽ നിങ്ങളോട് അത് അറിയിച്ച കാര്യങ്ങളും കൂടെയാണ്.
അതിന്റെ തന്നെ കാരണങ്ങൾ നമ്മുടെ ടീച്ചേഴ്സിനും പാരന്റ്സിനും അറിയാം. എപ്പോഴും എന്റെ ശ്രദ്ധ എന്റെ മക്കളിൽ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. എനിക്ക് വേറൊരു ജോലിയും കൂടെ ഉണ്ട്, ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പൽ കൂടെയാണ്. പക്ഷേ ഞാൻ ഓടി പിടച്ചിവിടെ എത്തും 3 മണി അല്ലെങ്കിൽ 4 മണി ആകുമ്പോഴേക്ക് ഞാൻ ഇവിടെ എത്തുന്നത് എന്റെ മക്കളെ കാണാൻ വേണ്ടിയാണ്. എന്റെ മക്കളുടെ ചേഞ്ചസ് ഞാൻ ഓരോ ദിവസവും ഞാൻ ലതാമാമിനോട് ചോദിച്ചാൽ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും ചേഞ്ചസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന കരിക്കുലം എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ടിങ് നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രെയർ പ്ലഡ്ജ് കഴിഞ്ഞ് ഒരു മെഡിറ്റേഷനോട് കൂടിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മെഡിറ്റേഷനോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെല്ലാം പോസിറ്റീവ് ആസ്പെക്റ്റുകൾ അവർക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവരുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ കഴിയും, അവരുടെ മെമ്മറി പവർ കൂട്ടാൻ കഴിയും, അങ്ങനെ ഒരുപാട് ആ ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ അവർ ഒരുപാട് എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നല്ലോണം ഉഷാറാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും, നമ്മുടെ നൈനുവൊക്കെയാണ് നമ്മുടെ നേരത്തെയുള്ള ബാച്ചിൽ ചെറിയ മക്കളായിട്ടുള്ള നിങ്ങൾ നൈനുവിനേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ പാരന്റ്സ് ഒക്കെ അത് പറയുമ്പോൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് പറയും മക്കൾക്ക് അറിഞ്ഞൂടാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ നൈനുവിനെയൊക്കെ ആണെങ്കിൽ നമുക്കിനി UKG കൂടി സ്കിപ്പ് ചെയ്ത് ഗ്രേഡ് 1 ഇരുത്തിയാലും നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകും. അത്രയധികം നമ്മുടെ കുട്ടിയുടെ ഒരു 2 വയസ്സ് മുതൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം നൈനു നമുക്ക് 2 വയസ്സ് മുതലേ കിട്ടിയ കുഞ്ഞായതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ എല്ലാ മക്കളും നമ്മുടെ അടുത്ത് വന്ന എല്ലാ മക്കൾക്കും ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവരോട് നമ്മൾ എന്ത് ജനറലായിട്ട് ചോദിച്ചാൽ അവർ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുസ്തകം മാത്രം വായിച്ച് പഠിച്ച് കുട്ടികളെ ഒരു 10 പ്രാവശ്യം എഴുതിച്ചു എന്ന് കരുതി കുട്ടി ഒന്നും ആകുന്നില്ല. അവരുടെ ഇപ്പോഴുള്ള പ്രസന്റ് കണ്ടീഷൻ അനുസരിച്ച് അവരുടെ മൈൻഡ് ഇലാബറേറ്റ് ചെയ്യണം, ബ്രോഡൻ ചെയ്യണം. അവർ മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം, കരുണയുള്ളവരായി മാറണം, സിമ്പതി എമ്പതി എന്താണെന്ന് അവർ തിരിച്ചറിയണം. അങ്ങനെ ഒരു ആസ്പെക്റ്റിലൂടെ അവർക്ക് പോയാൽ മാത്രമേ അവർക്ക് ഈ ലോകത്ത് ഇനി ജീവിക്കാൻ കഴിയൂ. അവർ വാല്യൂസ് എന്താണെന്ന് അവർ മനസ്സിലാക്കണം. അതിന് വേണ്ടുന്ന ഒരു മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാം ഉൾപ്പെടെ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉൾപ്പെടെയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അരമണിക്കൂർ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ആ കുട്ടികൾ ഒരിക്കലും ഇനി ഈ ലോകത്ത് ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം നമുക്കിപ്പോൾ ഉണ്ട്. അതൊന്നും തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മാത്രം വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സിന്റെ മാത്രം റോളാണ്. ഈ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്ന ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു നോബൽ പ്രൊഫഷനാണ്. അതെന്റെ ഒരു പാഷനാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പാഷനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയുന്ന ലതാ മാമിനെയും രമ ടീച്ചറിനെയും അസിയയും ഹുസൈന എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരിൽ ആ ടീച്ചിങ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി എടുക്കണം. മെന്റലി അവർക്ക് വളരെയധികം മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ള ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ കാര്യങ്ങളൊന്നും നടക്കൂല. ഇതൊരു ട്രയാങ്കിൾ പ്രോസസ്സാണ്. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ പഠന പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ ഒരു ട്രയാങ്കിൾ പ്രോസസ്സാണ്.